വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രിൽ ജിഗ്, അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്, ടൈപ്സ്, അതിൻ്റെ യൂസസ്, പിന്നെ അതുകൂടാതെ ഫിക്സ്റ്റേഴ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ജിഗ് എന്താണെന്ന് നോക്കാം. ജിഗ് ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് എ വർക്ക് പീസ് ഓർ കമ്പോണൻറ്റ് ഈസ് ഹെൽഡ് ആൻഡ് ലൊക്കേറ്റഡ് ഫോർ എ സ്പെസിഫിക് ഓപ്പറേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ഗൈഡ് വൺ ഓർ മോർ കട്ടിംഗ് ടൂൾസ് ടു ദ സെയിം സോൺ ഓഫ് മെഷീനിങ്. അപ്പോൾ ജിഗ് എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. അത് യൂസ് ചെയ്യുന്നത് നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുക, അതിനെ ലൊക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കട്ടിംഗ് ടൂൾസിനെ ഗൈഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കട്ടിംഗ് ടൂൾസിനെ ഗൈഡ് ചെയ്യുക എന്നുള്ള പോയിൻ്റാണ്. ഫിക്സ്റ്ററിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡ്രിൽ ജിഗിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് അതിനെ തമ്മിൽ വേർതിരിക്കുന്നത് ഈ കട്ടിംഗ് ടൂളിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഒരു ഡ്രിൽ ജിഗ്? ഓക്കെ, ഒരു ഡ്രിൽ ജിഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു ഹോള് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഒരു വർക്ക് പീസിൽ. അപ്പം മാസ് പ്രൊഡക്ഷനിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പോണൻറ്റ് അതിന് മാർക്ക് ചെയ്ത് അവിടെ പഞ്ച് ചെയ്തിട്ട് ഹോള് ഡ്രിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാസ് പ്രൊഡക്ഷൻ വരാൻ നേരത്ത് ഓരോന്നും ഇതേപോലെ അളന്ന് മാർക്ക് ചെയ്ത് പഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അത്തരം സിറ്റുവേഷനിലാണ് നമ്മളൊരു ഡ്രിൽ പ്ലേറ്റിൽ ഒരു ടെംപ്ലേറ്റ് പോലെ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് മെഷീൻ ചെയ്യേണ്ട കമ്പോണൻറ്റ് പുറത്തായിട്ട് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ആ പീസിലൂടെ ഡ്രിൽ ചെയ്യും. ഓക്കെ, അതാണ് ജിഗ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഡ്രിൽ ജിഗ് ആണ്. പ്രധാനമായിട്ടും ഓപ്പൺ ടൈപ്പും ക്ലോസ് ടൈപ്പ് എന്നും പറഞ്ഞ് രണ്ട് തരത്തിലാണുള്ളത്. ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഫേസിലൂടെ ആയിരിക്കും വൺ സൈഡ് ഓഫ് ദ പീസ്, അതായത് ഒരു സൈഡിൽ മാത്രമായിരിക്കും അവിടെ നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത്. ഓപ്പറേഷൻ ഈസ് ടു ബി ഡൺ ഓൺലി ഓൺ വൺ സൈഡ് ഓഫ് ദ പീസ്. ഈ ക്ലോസ്ഡ് ജിഗ് എന്ന് പറയാൻ നേരത്ത് അതിനെ പറയുന്ന പേരാണ് ബോക്സ് ജിഗ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മോർ ദാൻ വൺ സൈഡ് ഓഫ് ദ പീസ്, അതായത് ഇപ്പം ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമല്ല ഇതുപോലെ സൈഡിലും ഒക്കെ നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഓപ്പണും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതുണ്ടാക്കിയിരിക്കുന്ന വെച്ചിട്ട് നമുക്കിതിനെ പലതരത്തിൽ പറയാറുണ്ട്. ടെംപ്ലേറ്റ് ജിഗുണ്ട്, പ്ലേറ്റ് ഉണ്ട്, ടേബിളുണ്ട്, ഇങ്ങനെ ഓരോ ടൈപ്പ് ഉണ്ട്. ഇതിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ടെംപ്ലേറ്റ് ജിഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ടെംപ്ലേറ്റ് ജിഗ് എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് ജിഗ് ഫിറ്റ്സ് ഓവർ ഓൺ ഓർ ഇൻ ടു ദ വർക്ക് ആൻഡ് ഈസ് നോട്ട് യൂഷ്വലി ക്ലാംപ്ഡ്. അപ്പം ക്ലാമ്പ് ചെയ്യാറില്ല, ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ദേ ആർ സിമ്പിൾ ആൻഡ് ചീപ്പാണ്. ദേ മേ ഓർ മേ നോട്ട് ഹാവ് ഗൈഡ് ബുഷസ്. ഗൈഡ് ബുഷസ് കാണുകയും ചെയ്യാം, കാണാതിരിക്കുകയും ചെയ്യാം. ഈ ഗൈഡ് ബുഷസിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. ഗൈഡ് ബുഷസ് ആണ് നമ്മളെ കട്ടിംഗ് ടൂളിനെ ഗൈഡ് ചെയ്യുന്നത്. ഈ ബുഷസ് ആണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വെൻ ബുഷസ് ആർ നോട്ട് യൂസ്ഡ് ഹോൾ ജിഗ് പ്ലേറ്റ് മേ ബി. അപ്പം ബുഷസ് യൂസ് ചെയ്യാത്ത, അപ്പം ഇതാണ് നമ്മുടെ ഡ്രിൽ ജിഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡ്രില്ല് ചെയ്യേണ്ട വർക്ക് പീസ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഈ മുകളിലിരിക്കുന്നത് ഡ്രിൽ പ്ലേറ്റ്. ഓക്കെ, ഇത് കാണിച്ചിരിക്കുന്നത് ലൊക്കേറ്റിംഗ് പിന്നാണ്. അപ്പോൾ എവിടെയായിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ആ ഹോളിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൊക്കേറ്റിംഗ് പിൻ യൂസ് ചെയ്യുന്നത്. ഇതിലൂടെ ആയിരിക്കും നമ്മൾ എന്നിട്ട് ഡ്രില്ല് ചെയ്യുന്നത്. ഓക്കെ, ഡിസൈൻ ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജിഗ് വിൽ ബി ബേസ്ഡ് ഓൺ. അപ്പോൾ ഒരു ജിഗിനെ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ, ദ പൊസിഷൻ വെർ ഇൻ ദ ഡ്രില്ലിംഗ് ഓർ ഇറ്റ്സ് അലൈഡ് ഓപ്പറേഷൻസ് ആർ ടു ബി പെർഫോം. അപ്പം ഏത് പൊസിഷനിലാണ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത്? ഈ അലൈഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡ്രില്ലിങ് കൂടാതെ വരുന്ന റീമിങ്, ടാപ്പിങ്, ബോറിങ്, കൗണ്ടർ സിങ്കിങ്, കൗണ്ടർ ബോറിങ്, ഇതെല്ലാം ഡ്രില്ലിങ്ങിൻ്റെ അലൈഡ് ഓപ്പറേഷനാണ്. ഓക്കെ, പിന്നെ ആ പീസിൻ്റെ ഷേപ്പ്. അപ്പം ഫസ്റ്റ് പൊസിഷൻ നോക്കും, ഏത് പൊസിഷനിലാണ് ഡ്രില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ വർക്ക് പീസിൻ്റെ ഷേപ്പ് നോക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്ലേറ്റ് ജിഗാണ്. പ്ലേറ്റ് ജിഗിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് ബേസ് പ്ലേറ്റ് യൂസ് ചെയ്യാത്ത ജിഗ് ഏതാണെന്ന് നോക്കിയാൽ അത് പ്ലേറ്റ് ജിഗാണ്. ദിസ് ജിഗ് കൺസിസ്റ്റ് ഓഫ് എ ഡ്രിൽ പ്ലേറ്റ് വിച്ച് റെസ്റ്റ് ഓൺ ദ കമ്പോണൻറ്റ് ടു ബി ഡ്രിൽഡ്. അപ്പോൾ നമുക്ക് ഇതിലൊരു ഡ്രിൽ പ്ലേറ്റ് കാണാം, നേരത്തെ പറഞ്ഞ പോലെ. ഇതാണ് നമ്മുടെ കമ്പോണൻറ്റ്. അതിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ ഡ്രിൽ പ്ലേറ്റ് കാണും. ഓക്കെ, ഫോർ കറക്റ്റ് പൊസിഷനിങ് ഓർ ലൊക്കേറ്റിംഗ് പിൻസ് ആൻഡ് ക്ലിപ്സ് ആർ പ്രൊവൈഡ്. നമുക്ക് കറക്റ്റ് പൊസിഷൻ ചെയ്യാനായിട്ട് ലൊക്കേറ്റിംഗ് പിൻസും ക്ലിപ്സും നമ്മളിതിൽ യൂസ് ചെയ്യാറുണ്ട്. ഫോർ ഹെവിയർ പീസ് പാർട്സ് സംടൈംസ് ക്ലാംസ് ആർ നോട്ട് യൂസ്ഡ്. ഇപ്പോൾ ഹെവിയർ ആയിട്ടുള്ള
പീസുകളിൽ അതിൻ്റെ സെൽഫ് വെയിറ്റ് മൂലം നമ്മളതിൽ ക്ലാമ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്ലാമ്പിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. ക്ലാമ്പ് എന്തിനാണ് ഈ ഡ്രിൽ ജിഗിൽ യൂസ് ചെയ്യുന്നത്? ക്ലാമ്പ് എന്ന് പറയുന്നത് അവിടെ ആ കട്ടിങ് ഫോഴ്സ് വരാൻ നേരത്ത്, ടൂളിൻ്റെ കട്ടിങ് ഫോഴ്സ് വരുമ്പോൾ ആ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ടാണ് നമ്മൾ ക്ലാമ്പ്സ് യൂസ് ചെയ്യുന്നത്. ജനറലി എ ബേസ് പ്ലേറ്റ് വിൽ നോട്ട് ബി അവൈൽ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ജിഗ്. അപ്പോൾ ഇതാണ് PSC പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്വസ്റ്റ്യൻ. ബേസ് പ്ലേറ്റ് ജിഗിൽ യൂസ് ചെയ്യാറില്ല. ഈ കാണുന്നതാണ് പ്ലേറ്റ് ജിഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കമ്പോണൻറ്റ്, നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട കമ്പോണൻറ്റ്. ഇത് നമ്മുടെ ഡ്രിൽ പ്ലേറ്റ് ആണ്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നത് ലൊക്കേറ്റിംഗ് പിൻസാണ്. ഈ ലൊക്കേറ്റിംഗ് പിൻസാണ് നമ്മുടെ കമ്പോണൻറ്റിനെ പൊസിഷൻ ചെയ്ത് നിർത്തുന്നത്. ഇത് ബുഷസ് ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നത് ബുഷസ് ആണ്. ഓക്കെ, ഇത് പ്ലേറ്റ് ജിഗിൻ്റെ തന്നെ വേറൊരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കമ്പോണൻറ്റ്, ഇത് ഡ്രിൽ പ്ലേറ്റ്. ഈ ബുഷസിന് മുകളിലായിട്ട് കട്ടിംഗ് ടൂൾ വരും. എന്നിട്ട് അവിടെ ഡ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് പൊസിഷൻ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ലൊക്കേറ്റിംഗ് പിൻസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടേബിൾ ജിഗാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരും കൂടെ പഠിച്ചിരിക്കണം, ടേൺ ഓവർ ജിഗ്. അതെന്ന് പറയുന്ന ഒരു ടേബിൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. 4 കാലുണ്ട്. ഓക്കെ, 4 കാലുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടൊരു ഡ്രിൽ പ്ലേറ്റ് വരും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് ആ കമ്പോണൻറ്റിൻ്റെ ഫേസിലാണ്. ഓക്കെ, ഫേസിലാണ് നമ്മളിവിടെ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ദിസ് ഈസ് യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് നെസസറി ടു ലൊക്കേറ്റ് ദ പീസ് പാർട്ട് ഫ്രം ഇറ്റ്സ് ഫേസ്. ഇപ്പോൾ ഒരു വർക്ക് പീസിൻ്റെ ഫേസിൽ നമുക്ക് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ജിഗ് യൂസ് ചെയ്യുന്നത്. ഫോർ ആക്യുറേറ്റ് സീറ്റിംഗ് ഓഫ് ദ ജിഗ് ഓൺ ദ മെഷീൻ ടേബിൾ 4 legs വിൽ ബി പ്രൊവൈഡ് ഓൺ ദിസ് ടൈപ്പ് ഓഫ് ജിഗ്. അപ്പോൾ ടേബിൾ ജിഗിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ മറ്റൊരു പേര് ടേൺ ഓവർ ജിഗ് ആണെന്നും അതിൽ 4 കാലുണ്ട്, ടേബിൾ പോലെ 4 കാലുണ്ട്, ഫേസിലാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ജിഗാണ്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് സാൻഡ്വിച്ച്. അതായത് 2 പീസുകൾക്കിടയിൽ നമ്മുടെ വർക്ക് പീസ് വരും. ഇതെന്ന് പറയുന്നത് ഡ്രിൽ പ്ലേറ്റും താഴെ എന്ന് പറയുന്നത് ബേസ് പ്ലേറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളെ പ്ലേറ്റ് ജിഗിലില്ലാത്ത ബേസ് പ്ലേറ്റ് സാൻഡ്വിച്ച് ജിഗിലുണ്ടെന്ന് ഓർക്കുക. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് സാൻഡ്വിച്ച് ജിഗ് PSC പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് തിൻ ഓർ സോഫ്റ്റ് വർക്ക് പീസസ് നമ്മൾ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാൻഡ്വിച്ച് ജിഗ് യൂസ് ചെയ്യുന്നത്. തിൻ ഓർ സോഫ്റ്റ് വർക്ക് പീസസ് വിച്ച് മേ ബെൻഡ് ഓർ വാർപ്പ് ഡ്യൂ ടു ഫോഴ്സ് വൈൽ മെഷീനിങ്. അത് നമ്മൾ മെഷീനിങ് ചെയ്യുന്ന ടൈമിൽ ബെൻഡ് ആവാനോ വാർപ്പാകാനോ സാധ്യതയുണ്ട്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ജിഗ്സ് ദ കമ്പോണന്റ് വിൽ ബി സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദ ബേസ് പ്ലേറ്റ് ആൻഡ് ദ ഡ്രിൽ പ്ലേറ്റ്. ബേസ് പ്ലേറ്റിൻ്റെയും ഡ്രിൽ പ്ലേറ്റിനും ഇടക്കായിട്ടായിരിക്കും നമ്മൾ ഈ കമ്പോണൻറ്റ് സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ പ്ലേറ്റ് ജിഗാണ്. ആംഗിൾ പ്ലേറ്റ്. അപ്പോൾ ആംഗിൾ പ്ലേറ്റ് ജിഗ് എന്ന് പറയാൻ നേരത്ത് ഇതിലൊരു ആംഗിൾ പ്ലേറ്റ് കാണും. ഓക്കെ, ആംഗിൾ പ്ലേറ്റ് കാണും. ഇതാണ് നമ്മുടെ പാർട്ട്. ഇത് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേറ്ററാണ്. അപ്പോൾ ദീസ് ജിഗ്സ് ആർ യൂസ് ടു ഹോൾഡ് വർക്ക് വിച്ച് ആർ ടു ബി ഡ്രിൽഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ മൗണ്ടിങ് ലൊക്കേറ്റേഴ്സ്. അപ്പോൾ മൗണ്ടിങ് ലൊക്കേറ്റേഴ്സിന് റൈറ്റ് ആംഗിൾസ് ആയിട്ട് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംഗിൾ പ്ലേറ്റ് ജിഗ്. അതുപോലെ തന്നെ മോഡിഫൈഡ് ആംഗിൾ പ്ലേറ്റ് ജിഗ് എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് അതർ ദാൻ 90 ഡിഗ്രിയാണ്, ഇവിടെ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ മോഡിഫൈഡ് ആംഗിൾ പ്ലേറ്റ് ജിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ജിഗ്സ് ആർ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് അറ്റ് ആംഗിൾസ് അതർ ദാൻ 90 ഡിഗ്രി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയെക്കാട്ടി ലെസ്സർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതർ ദാൻ 90 ഡിഗ്രിയാണ് മോഡിഫൈഡ് ആംഗിൾ പ്ലേറ്റിലെന്ന് ഓർക്കുക ഡ്രിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ജിഗാണ് ബോക്സ് ജിഗ്. ഇതെന്ന് പറയുന്ന ബോക്സ് അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് മോഡലിലായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്. ദ കമ്പോണൻറ്റ് ഈസ് ലൊക്കേറ്റഡ് ആൻഡ് ക്ലാംപ്ഡ് അറ്റ് വൺ പൊസിഷൻ ബട്ട് ഡ്രില്ലിംഗ് ക്യാൻ ബി ഡൺ ഫ്രം ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആസ് റിക്വയർഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബോക്സ് ജിഗ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൊസിഷനിൽ നിന്ന് നമുക്ക് ഡ്രില്ല് ചെയ്യാം, ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ താഴത്തുനിന്ന് ഡ്രില്ല് ചെയ്യാം, മുകളിൽ നിന്ന് വേണമെങ്കിൽ ഡ്രില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ക്ലാമ്പ് ചെയ്തിരിക്കുന്ന വൺ പൊസിഷനിലായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നിന്ന് നമുക്ക് ഡ്രിൽ ചെയ്യാൻ സാധിക്കും. വെൻ എ ബോക്സ് ജിഗ് കണ്ടെയ്ൻസ് ബുഷിങ്സ് ഓൺ 2 or more sides for drilling from different direction, it is called a tumble jig. അപ്പോൾ ഈ ടംബിൾ ജിഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ബുഷിങ്സ് കൊടുത്തിരിക്കുന്നത് 2 അതിലധികം സൈഡ്സിൽ ഡ്രിൽ ചെയ്യാൻ വേണ്ടി ബുഷിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ടംബിൾ ജിഗ് എന്നാണ്. പിന്നെ ഇത് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഈ ബോക്സിൽ വലിയ പാർട്ടൊന്നും എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സ്മോളർ കമ്പോണൻസിന് വേണ്ടി മാത്രമാണ് ഈ ബോക്സ് ജിഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ചാനൽ ജിഗിനെ കുറിച്ചാണ്. ഇതെന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബോക്സ് ജിഗാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്
ഒരു ഫേസിൽ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്ത് പിടിക്കും. വർക്ക് പീസ് ഇസ് ഹെൽഡ് ബിറ്റ്വീൻ ടു സൈഡ്സ് ആൻഡ് മെഷീൻ ഫ്രം ദ തേർഡ് സൈഡിൽ നിന്ന് നമ്മൾ മെഷീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ ക്ലാമ്പ് ചെയ്ത് പിടിച്ചിരിക്കും വർക്ക് പീസ്. ഈ രണ്ട് സൈഡിൽ ക്ലാമ്പ് ചെയ്തായിരിക്കും പിടിച്ചിരിക്കുന്നത്. തേർഡ് സൈഡിൽ നിന്ന് അവിടെ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് ചാനൽ ജിഗിൽ. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ലാച്ച് ഓർ ലീഫ് ജിഗ് ആണ്. ലാച്ച് ഓർ ലീഫ് ജിഗ് ഇതിലെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പീസ്, ഓക്കെ, ഇവിടെ ഹിഞ്ച് ചെയ്തിരിക്കും ഒരു കവർ പോലെ. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ജിഗ് വിൽ ഹാവ് എ ഹിഞ്ച്ഡ് കവർ വിത്ത് ദ ലാച്ച് ക്ലാംപ്സ് ഫോർ ഈസി ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കമ്പോണൻറ്റ്സ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് വർക്ക് പീസ് വെക്കാനും ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതിനുവേണ്ടി നമുക്ക് ലാച്ച് ക്ലാമ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ലാച്ച് ക്ലാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദ കവർ വിത്ത് ലാച്ച് മസ്റ്റ് ബി പോസ്റ്റ്ലി ലൊക്കേറ്റഡ് ആൻഡ് ക്ലാംപ്ഡ് സോ ദാറ്റ് ദ ബുഷസ് ആർ ആക്യുറേറ്റ്ലി ലൊക്കേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ കമ്പോണൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഉള്ളിലായിട്ട് ഇത് വെച്ചതിന് ശേഷം നമ്മളിവിടെ ടൈറ്റൻ ചെയ്യും. അതിന് ശേഷം നമുക്ക് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ഇതിൽ ചെയ്യാം. കമ്പോണൻറ്റിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂ ലൂസൻ ചെയ്ത് ഈ ലാച്ച് ക്ലാമ്പ് മുകളിലോട്ട് ഉയർത്തി ഈ കവർ മുകളിലോട്ട് ഉയർത്താൻ പറ്റും. അതിനുശേഷം അൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഇൻഡെക്സിങ് ജിഗാണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ, ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട്, ഓക്കെ, ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് ഹോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് ജിഗാണ്? ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് ഹോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സിങ് ജിഗാണെന്ന് ഓർക്കുക. നമ്മൾ മില്ലിംഗ് മെഷീനിലൊക്കെ ഇൻഡെക്സിങ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെയാണ് ഇൻഡെക്സിങ് ജിഗിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇൻഡെക്സിങ് ജിഗ്സ് ആർ യൂസ്ഡ് ടു accurately space holes on other machined area around a part. The jig uses the part being machined as a reference plate. A spring-loaded plunger indexes the part. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചർ ഉണ്ടായിരിക്കും. ഇതാണ് സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചർ. അപ്പോൾ ഒരു സൈഡിലത് പൊസിഷൻ ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മളിവിടെ ഡ്രില്ല് ചെയ്യും. ഓക്കെ, പിന്നെ അവിടുത്തെ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പ്ലഞ്ചർ ബാക്കിലോട്ട് വലിയും. അതിനുശേഷം ഈ വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യും. അടുത്ത പൊസിഷനിൽ ഇതേപോലെ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ നടക്കും. പിന്നെയും ഇതേപോലെ ബാക്കിലോട്ട് വലിച്ചതിന് ശേഷം ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് പ്ലഞ്ചർ ലോക്ക് ചെയ്തതിന് ശേഷം ഡ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് സോളിഡ് ജിഗാണ്. സോളിഡ് ജിഗ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു സോളിഡ് ബ്ലോക്ക് ഓഫ് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദിസ് ക്യാൻ ബി യൂസ്ഡ് വൈൽ ഡ്രില്ലിംഗ് സ്മോൾ പീസ് പാർട്സ്. സ്മോൾ പീസ് പാർട്സിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോളിഡ് ജിഗ് തിൻ ആൻഡ് സോഫ്റ്റ് ആണ് നമ്മുടെ സാൻഡ്വിച്ച്, മാറിപ്പോരുത്. ഓക്കെ, സ്മോൾ പീസ് പാർട്സിന് വേണ്ടി സോളിഡ് ജിഗ്. ദ ബോഡി ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ജിഗ് ഈസ് മെഷീൻഡ് ഫ്രം എ സോളിഡ് ബ്ലോക്ക് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് മെഷീൻ ചെയ്തിരിക്കുന്നത് സോളിഡ് ബ്ലോക്ക് ഓഫ് സ്റ്റീൽ കൊണ്ടാണ്. ഈ കാണുന്നതാണ് സോളിഡ് ജിഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, PYQ ആണ്, പോസ്റ്റ് ജിഗ്. പോസ്റ്റ് ജിഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേഷൻ ഫ്രം എ ബോർ. ഒരു ബോറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോളോ ആയിട്ടുള്ള ഒരു പീസ് നമുക്കുണ്ട്. ഇങ്ങനെ ഒരു പീസാണ്. ഈ ഇത്ര ഏരിയ ഹോളോ ആണ്. നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ടത് ഈ ഏരിയയിലാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റ് ജിഗ്. ദ പോസ്റ്റ് ഷുഡ് ബി എ ഷോർട്ട് ആസ് പോസിബിൾ ടു ഫെസിലിറ്റേറ്റ് ലോഡിങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് മസ്റ്റ് ബി ലോങ് ഇനഫ് ടു സപ്പോർട്ട് ദ വർക്ക് പീസ്. അപ്പോൾ ഈ പോസ്റ്റിനുണ്ടായിരിക്കേണ്ട പ്രത്യേകത, ഇപ്പോൾ ഈ കാണുന്നതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഷോർട്ടായിരിക്കണം. ഷോർട്ട് ആസ് പോസിബിലിറ്റി ഫെസിലിറ്റി ലോഡിങ്ങിന് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഷോർട്ടായിരിക്കണം. അതുപോലെ തന്നെ ലോങ് ഇനഫ് ആയിരിക്കണം ആ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാൻ. വർക്ക് പീസിനെക്കാളിൽ കുറച്ച് വലുതായെങ്കിൽ മാത്രമേ നമുക്ക് ആ വർക്ക് പീസിനെ, അവിടെ ഹോളോ ആയിട്ടുള്ള വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ലോക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം ഈ പൊസിഷനിൽ വർക്ക് പീസിൽ ഡ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റ് ജിഗിനെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ലൊക്കേഷൻ ഫ്രം എ ബോർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് പോസ്റ്റ് ജിഗാണ്. ഒരു ഹോളോ ആയിട്ടുള്ള വർക്ക് പീസിൻ്റെ ആ ബോർ ചെയ്ത പോർഷനിൽ നിന്ന്, ഹോളോ ആയിട്ടുള്ള പോർഷനിൽ നിന്ന് ഒരു ഹോള് ഡ്രില്ല് ചെയ്യാനായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ജിഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രൂണിയൻ ജിഗ്. ഇപ്പോൾ ട്രൂണിയൻ ജിഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്ലി അറിയേണ്ടത് ലാർജ് അല്ലെങ്കിൽ ഓക്വേർഡ്ലി ഷേപ്ഡ് വർക്ക് പീസസിനെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ട്രൂണിയൻ ജിഗ് എന്ന് പറയുന്നത് ഓക്വേർഡ്ലി ഷേപ്ഡ്, അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള ഒരു വർക്ക് പീസിൽ ഡിഫറൻറ്റ് ഡയറക്ഷനിൽ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൂണിയൻ ജിഗ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ഫർദർ മോഡിഫിക്കേഷൻ ഓഫ് ബോക്സ് ജിഗ് വിച്ച് ഈസ് ക്യാരിഡ് ഓൺ ട്രൂണിയൻസ് ആൻഡ് റൊട്ടേറ്റഡ് ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ ആൻഡ് പൊസിഷൻ യൂസിങ് ആൻ ഇൻഡെക്സിംഗ് ഡിവൈസ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ബോക്സ് ജിഗിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് ട്രൂണിയൻസ് ഉണ്ടായിരിക്കും,
അത് റൊട്ടേറ്റ് ചെയ്യിക്കും. ആൻഡ് റൊട്ടേറ്റഡ് ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ, നമ്മൾ നേരത്തെ ഇൻഡെക്സിങ് ചെയ്തതുപോലെ. ഓക്കെ, യൂസിങ് ആൻ ഇൻഡെക്സിങ് ഡിവൈസ് വെച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിരിക്കും. എ ജിഗ് ഈസ് എ സ്പെഷ്യൽ ഡിവൈസ് വിച്ച് ഹോൾഡ് സപ്പോർട്ട്സ് ലൊക്കേറ്റ്സ് ആൻഡ് ഓൾസോ ഗൈഡ്സ് ദ കട്ടിംഗ് ടൂൾ ഡ്യൂറിങ് ഓപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ ജിഗിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ജിഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡിവൈസ് ആണ്. അത് ഹോൾഡ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ലൊക്കേറ്റ് ആൻഡ് ഓൾസോ ഗൈഡ്സ് ദ കട്ടിംഗ് ടൂൾ ഡ്യൂറിങ് ഓപ്പറേഷൻ. ഇതായിരിക്കും നമുക്ക് ജിഗിൻ്റെ ഡെഫിനിഷൻ വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഓക്കെ, ജിഗ്സ് ആർ ഡിസൈഡ് ടു അക്കോമഡേറ്റ് ഓർ ഓൺ ഓർ മോർ കമ്പോണൻസ് അറ്റ് എ ടൈം. ഈ ജിഗ് എന്ന് പറയുന്നത് ഒരുപാട് കമ്പോണൻസ് അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ജിഗ്സ് ആർ അവൈലബിൾ ഫോർ ഡ്രില്ലിംഗ് ഓർ ബോറിംഗ്. ഈ ജിഗ്സ് എന്ന് പറയുന്നത് ഡ്രില്ലിങ്ങിനും ബോറിങ്ങിനും അവൈലബിൾ ആയിരിക്കും. ഈ കാണുന്നതാണ് ട്രൂണിയൻ ജിഗ് എന്ന് പറയുന്നത്. ഇതാണ് റൊട്ടേറ്റിംഗ് ടേബിള്. നമുക്കിവിടെ ഒരു ഹാൻഡ് വീലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് കമ്പോണൻറ്റ് വെച്ചിട്ട് ഡ്രില്ലിങ് കഴിഞ്ഞ ശേഷം അതിനെ റൊട്ടേറ്റ് ചെയ്ത് അടുത്ത പൊസിഷനിൽ ഡ്രില്ല് ചെയ്യുന്നതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡ്രില്ലിംഗ് ജിഗ്സ് ആർ യൂസ് ടു ഡ്രില്ല്, റീം, ടാപ്പ് ആൻഡ് പെർഫോം അതർ അലൈഡ് ഓപ്പറേഷൻസ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഡ്രില്ലിംഗ് ജിഗ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഡ്രില്ലിംഗ് മാത്രമല്ല, റീമിങ്, ടാപ്പിങ്, അതുപോലെ തന്നെ ചാംഫറിങ്, കൗണ്ടർ ബോറിങ്, കൗണ്ടർ സിങ്കിങ്, ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാവുന്നതാണ്. ബോറിംഗ് ജിഗ്സ് ആർ യൂസ് ടു ബോർ ഹോൾസ് വിച്ച് ആർ എയ്തർ ടു ലാർജ് ടു ഡ്രിൽ ഓർ ഓഫ് ഓഡ് സൈസ്. അപ്പോൾ ഈ ബോറിംഗ് ജിഗ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർ ഹോൾസ് വിച്ച് ആർ എയ്തർ ടു ലാർജ് ടു ഡ്രിൽ ഓർ ഓഡ് സൈസ് ആയിട്ടുള്ള ഒരു ഹോളാണ്, അല്ലെങ്കിൽ ടു ലാർജ് ആയിട്ടുള്ള ഹോളാണ്. നമുക്ക് ഡ്രില്ല് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത്തരം കേസിലാണ് നമ്മൾ ബോറിംഗ് ജിഗ്സ് യൂസ് ചെയ്യുന്നത്. ഇത് ആ ബോറിംഗ് ടൂളാണ് കാണിച്ചിരിക്കുന്നത്. ജിഗിൻ്റെ ബുഷിങ് കൊടുത്തിട്ടുണ്ട് ഗൈഡ് ചെയ്യാനായിട്ട് കട്ടിംഗ് ടൂളിനെ. പിന്നെ ഇവിടെ ഓയിൽ ഗ്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഹീറ്റ് ഡിസിപ്പേഷൻ കുറയ്ക്കാനായിട്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ഓരോ കമ്പോണൻസിൻ്റെ കാര്യമാണ്. ഇപ്പം നമുക്ക് ജിഗിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒന്ന് ആ ടൈപ്പ് സി എന്നുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഇതിൻ്റെ കമ്പോണൻസിൻ്റെ ഫങ്ഷൻ. ഒരു ബേസിക് ഫീച്ചേഴ്സ് ഓഫ് എ ഡ്രിൽ ജിഗ് എന്ന് പറയുന്നത് അതിലൊരു ബേസ് പ്ലേറ്റ് കാണും, അതിനെ ജിഗ് ബോഡി എന്ന് പറയും. ഈ താഴത്ത് വരുന്ന കമ്പോണൻറ്റിനെ ബോഡി, ഓക്കെ, ജിഗ് ബോഡി, അതിനുശേഷം വർക്ക് പീസ് വരും. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഡ്രിൽ പ്ലേറ്റ് കൊടുക്കുന്നത്. ഒരു ടെംപ്ലേറ്റ് പോലെ ഹോളൊക്കെ നമ്മൾ ഡ്രിൽ ചെയ്ത് വെക്കുന്നത് ഈ ഡ്രിൽ പ്ലേറ്റിലാണെന്ന് ഓർക്കണം. അതിനെ ജിഗ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഡ്രിൽ ബുഷസ് കാണും, ഡ്രിൽ ബുഷസ് കട്ടിംഗ് ടൂളിനെ ഗൈഡ് ചെയ്യാൻ. പിന്നെ ലൊക്കേറ്റിംഗ് പിൻസ് കാണും, കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ടാണ് ലൊക്കേറ്റിംഗ് പിൻസ് യൂസ് ചെയ്യുന്നത്. ക്ലാംസ് എന്ന് പറയുന്നത് കട്ടിംഗ് ഫോഴ്സിനെ, ടൂളിൻ്റെ കട്ടിംഗ് ഫോഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടാണ്, അതിനെ വർക്ക് പീസിനെ അവിടെ കറക്റ്റായിട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ടാണ് ക്ലാംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കമ്പോണൻറ്റും നോക്കാം. ബേസ് പ്ലേറ്റ്. ഇപ്പോൾ ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡ് സപ്പോർട്ട് ഫോർ മൗണ്ടിങ് പീസ് പാർട്സ്, ലൊക്കേറ്റിംഗ് പിൻസ് എക്സെട്ര. അപ്പോൾ ഈ താഴത്ത് വരുന്ന ഈ ബേസ് പ്ലേറ്റിൽ നമ്മൾ റിജിഡ് ആയിട്ട് നിർത്തുന്നത്, റിജിഡ് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ വർക്ക് പീസിനെ റിജിഡായിട്ട് നിർത്തും, ലൊക്കേറ്റിംഗ് പിൻസ് എക്സെട്ര. ഇൻ സം ഡ്രിൽ ജിഗ്സ് ലൈക്ക് പ്ലേറ്റ് ആൻഡ് ക്ലാമ്പ് ജിഗ്സ് അവിടെ നോ ബേസ് പ്ലേറ്റ്. അപ്പോൾ പ്ലേറ്റ് ജിഗിലും ക്ലാമ്പ് ജിഗ്സിലും ബേസ് പ്ലേറ്റ് ഇല്ല എന്ന് കൂടെ ഓർക്കണം. നെക്സ്റ്റ് ഡ്രിൽ പ്ലേറ്റ്. എവിടെയാണ് ഈ ബുഷസ് വരുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇറ്റ് ഹോൾഡ്സ് ദ ഡ്രിൽ ബുഷസ്. കട്ടിംഗ് ടൂൾസ് ആർ ഗൈഡഡ് ബൈ മീൻസ് ഓഫ് ദ ഡ്രിൽ ബുഷസ്. അപ്പോൾ ഈ കട്ടിംഗ് ടൂൾസിനെ ഗൈഡ് ചെയ്യുന്നത് ഡ്രിൽ ബുഷസ് ആണെന്ന് ഓർക്കണം. ആ ഡ്രിൽ ബുഷസ് വരുന്ന ഡ്രിൽ പ്ലേറ്റിലാണ്. അൺബുഷ്ഡ് ഹോൾസ് മെയ്ഡ് ഓൺ ദ ഡ്രിൽ പ്ലേറ്റ് ആർ സംടൈംസ് യൂസ്ഡ് ഫോർ സ്മോൾ റൺസ്. ചില സമയങ്ങളിൽ നമ്മൾ ഡ്രിൽ പ്ലേറ്റിൽ അൺബുഷ്ഡ് ആയിട്ടുള്ള ഹോൾസ് നമ്മൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുവഴി ഡയറക്റ്റ് ഡ്രിൽ ബുഷസ് ഒന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് വെച്ചിട്ട് സ്മോൾ റൺസിൽ നമ്മൾ ഹോൾ ഡ്രിൽ ചെയ്യാറുണ്ടെന്നും കൂടെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡ്രിൽ ബുഷസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഡ്രിൽ ബുഷസ് എന്ന് പറയുന്നത് യൂസ് ടു ലൊക്കേറ്റ് ആൻഡ് ഗൈഡ് ഡ്രിൽസ്, റിമേഴ്സ്, ടാപ്സ് ആൻഡ് എനി അതർ റിവോൾവിംഗ് ടൂൾസ് കോമൺലി യൂസ് ടു മേക്ക് ഓർ മോഡിഫൈ ഹോൾസ്. അപ്പോൾ ഹോള് നിർമ്മിക്കാനോ ആ ഹോളിനെ മോഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്ന റിവോൾവിംഗ് ടൂൾസ് ആയിട്ടുള്ള റീമേഴ്സ്, ടാപ്സ്, ഡ്രിൽസ്, ഇതിനെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡ്രിൽ ബുഷസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് റിപ്പീറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇത് ഹാർഡൻ ചെയ്തിരിക്കും, ഗ്രെയിൻ ടു എക്സാക്ട് സൈസസ്, നീഡഡ് റിപ്പീറ്റബിലിറ്റി ഇൻ ദ ജിഗ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സൈസസ് അവൈലബിൾ ആണ് ബുഷസ്. പിന്നെ പ്രധാനമായിട്ടും 3 ടൈപ്പാണ് ഡ്രിൽ ബുഷസ് ഉള്ളത്. പ്രസ് ഫിറ്റ് ഉണ്ട്, റിന്യൂവബിൾ ഉണ്ട്, ലൈനർ ഉണ്ട്. ഈ പ്രസ് ഫിറ്റ് ബുഷസിനെ തന്നെ പിന്നെയും നമ്മൾ ഹെഡ് ഉള്ളതും ഹെഡ്ലെസ്സും ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ദീസ് ബുഷസ് ആർ യൂസ്ഡ് വെയർ ഫ്രീക്വൻറ്റ് ചേഞ്ച് ഓഫ് ബുഷസ് ഈസ് നോട്ട് ആൻറ്റിസിപ്പേറ്റഡ്. ഫ്രീക്വൻ്റ് ആയിട്ട് ബുഷസ് മാറേണ്ടാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ
പ്രസ് ഫിറ്റ് ബുഷസ് യൂസ് ചെയ്യുന്നത്. റിന്യൂവബിൾ ബുഷസ് ആർ ഡിവൈഡ് ഇൻടു 2 ഗ്രൂപ്പ്സ്. പിന്നെ റിന്യൂവബിൾ ബുഷസ് എന്ന് പറയുന്നത് 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ലിപ്പ് റിന്യൂവബിൾ ബുഷസ് ആണ്, അല്ലെങ്കിൽ അതിനെ സ്ലിപ്പ് ബുഷസ് എന്ന് പറയും. ദീസ് ബുഷസ് ആർ യൂസ്ഡ് വെൻ മോർ ദാൻ വൺ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഇൻ സെയിം ലൊക്കേഷൻ. ഒരു സെയിം ലൊക്കേഷനിൽ, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, അവിടെ ഡ്രില്ലിങ്ങും റീമിങ്ങും ചെയ്യണം. അത്തരം സിറ്റുവേഷനിലാണ് ഈ സ്ലിപ്പ് റിന്യൂവബിൾ ബുഷസ് യൂസ് ചെയ്യുന്നത്. ദീസ് ബുഷസ് ആർ യൂസ്ഡ് വെൻ മോർ ദാൻ വൺ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഇൻ ദ സെയിം ലൊക്കേഷൻ, ഡ്രില്ലിംഗ് ആൻഡ് റീമിങ്. ദീസ് ബുഷസ് ആർ യൂസ്ഡ് വിത്ത് പ്രസ് ഫിറ്റഡ് ലൈനർ ബുഷസ് ആൻഡ് ലോ ക്ലാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലൈനർ ബുഷസിൻ്റെ ഒപ്പം തന്നെയാണ് ഈ സ്ലിപ്പ് റിന്യൂവബിൾ ബുഷസ് യൂസ് ചെയ്യുന്നത്. അതിൽ ലോ ക്ലാമും കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫിഗറിലോട്ട് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സ്ലിപ്പ് ബുഷ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ലൈനർ ബുഷും ഇവിടെ ഒരു റീറ്റെയിനിങ് സ്ക്രൂവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ ഈ സ്ലിപ്പ് റിന്യൂവബിൾ ബുഷസ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കണം. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഫിക്സഡ് റിന്യൂവബിൾ ബുഷസ് ആണ്. ദീസ് ബുഷസ് ആർ യൂസ്ഡ് വെയർ only one operation is, ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട, only one operation is to be performed with each bush, whereas several bushes may be used during the life of the jig. അപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഫിക്സഡ് റിന്യൂവബിൾ ബുഷസ്, ഫിക്സഡ് ആണ്, ഒരു ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബുഷസ് ഇവിടെ ആവശ്യമായിട്ട് വരും. ദീസ് ആർ ഓൾസോ ഹെൽഡ് ഇൻ എ ലൈനർ ആൻഡ് റീറ്റൈൻഡ് ബൈ എ സ്ക്രൂ. അപ്പോൾ ഇതിലെന്ന് പറയുന്നതും ഒരു ലൈനർ ബുഷും കാണും, അതുപോലെ തന്നെ സ്ക്രൂവും ആവശ്യമായിട്ട് വരും. ലൈനർ ബുഷസ് ആർ യൂസ് ടു പ്രൊവൈഡ് എ ഹാർഡൻഡ് ഹോൾ വെയർ റിന്യൂവബിൾ ബുഷസ് ആർ ലൊക്കേറ്റഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈനർ ബുഷസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിന്യൂവബിൾ ബുഷസ് ലൊക്കേറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒരു ഹാർഡൻഡ് ഹോൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്. പ്രൊവൈഡ് എ ഹാർഡൻഡ് ഹോൾ വെയർ റിന്യൂവബിൾ ബുഷസ് ആർ ലൊക്കേറ്റഡ്. ലൈനർ ബുഷസ് ആർ പ്രസ് ഫിറ്റഡ് ടു ദ ജിഗ് പ്ലേറ്റ്. അപ്പോൾ ആ ജിഗ് പ്ലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്രിൽ പ്ലേറ്റ്, അതിലേക്ക് പ്രസ് ഫിറ്റ് ചെയ്തായിരിക്കും ഈ ലൈനർ ബുഷസ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട അടുത്ത് ഏരിയ ആണ് ലൊക്കേറ്റിംഗ് പിൻസ്. ലൊക്കേറ്റിംഗ് പിൻസ് അല്ലെങ്കിൽ ലൊക്കേറ്റേഴ്സ് എന്ന് ചോദിക്കും. അത് ആ കമ്പോണൻറ്റിൻ്റെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനും അതിന് പൊസിഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. പൊസിഷൻ ദ പീസ് പാർട്ട് വിത്ത് റെസ്പെക്ട് ടു ദ ടൂൾ. ആ ടൂളിന് ആനുപാതികമായിട്ട് ആ പീസ് പാർട്ടിനെ പൊസിഷൻ ചെയ്യുക, പിന്നെ ആ കമ്പോണൻറ്റിൻ്റെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക ടു ഫെസിലിറ്റേറ്റ് ഈസി ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് ദ പീസ് പാർട്സ്. ഈസി ലോഡിങ് ആൻഡ് അൺലോഡിങ്, ഈസി ലോഡിങ് ആൻഡ് അൺലോഡിങ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ലൊക്കേറ്റിംഗ് പിന്നിൻ്റെ യൂസിൽ വരുന്നതാണ്. ഓക്കെ, ടു അസിസ്റ്റ് ദ ഓപ്പറേറ്റർ ഫോർ കറക്റ്റ് ലോഡിങ്. അതിനെ ഫൂൾ പ്രൂഫിംഗ് എന്ന് വേണേൽ ചോദിക്കാം. ഫൂൾ പ്രൂഫിങ്ങിനെ സഹായിക്കുന്നത് എന്താണ്? ലൊക്കേറ്റിംഗ് പിൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൊക്കേറ്റിംഗ് പിൻസ് ആർ യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദ കമ്പോണന്റ് ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു ദ ഹോൾ ലൊക്കേറ്റേഴ്സ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്ലാമ്പാണ്. ക്ലാമ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നത് ഈ കട്ടിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ കമ്പോണൻറ്റിനെ പൊസിഷൻ ചെയ്ത് നിർത്തുന്നത് ക്ലാമ്പാണ്. ക്ലാംപ്സ് ഇൻ ജിഗ്സ് ആർ മീൻ ഫോർ ഹോൾഡിംഗ് ദ കമ്പോണന്റ് ഇൻ പൊസിഷൻ എഗെയിൻസ്റ്റ് ദ കട്ടിംഗ് ഫോഴ്സ്. കട്ടിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് കമ്പോണന്റിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാംപ്സ് യൂസ് ചെയ്യുന്നത്. ദേ ഓൾസോ ഹെൽപ്പ് ഇൻ റാപ്പിഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ദ കമ്പോണന്റ്. അപ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള ലോഡിങ്ങിനും അൺലോഡിങ്ങിനും ഇത് സഹായിക്കാറുണ്ട്. ക്ലാംപ്സ് ആർ ഫിറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡു നോട്ട് ഇന്റർഫിയർ വിത്ത് ദ കട്ടിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ക്ലാംപ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ കട്ടിംഗ് ഓപ്പറേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ക്ലാംപ്സ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കോമൺലി യൂസ്ഡ് ടൈപ്സ് ഓഫ് ക്ലാംപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രാപ്പ് ക്ലാമ്പാണ്. ഈ കാണുന്ന ഫിഗറാണ് സ്ട്രാപ്പ് ക്ലാമ്പ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ക്യാം ക്ലാമ്പ് ഉണ്ട്, ഓക്കെ, സ്ക്രൂ ക്ലാമ്പ് ഉണ്ട്, ലാച്ച് ക്ലാമ്പ് ഉണ്ട്. ഓക്കെ, ലീഫ് അല്ലെങ്കിൽ ലാച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ജിഗിൽ. ഓക്കെ, പിന്നെ വെഡ്ജ് ക്ലാമ്പ്, ടോഗിൾ ക്ലാമ്പ്, ഹുക്ക് ക്ലാമ്പ്. അപ്പോൾ ഇത്രയും ക്ലാമ്പുകൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ ഫംഗ്ഷനാണ്. ക്ലാമ്പിൻ്റെ ഫംഗ്ഷൻ, ലൊക്കേറ്റിംഗ് പിന്നിൻ്റെ ഫംഗ്ഷൻ, ബുഷ്, ഡ്രിൽ പ്ലേറ്റ്, അതുപോലെ തന്നെ ബേസ് പ്ലേറ്റ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫിക്സ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. നമുക്ക് നോക്കാനുള്ളത് ഫിക്സ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഫിക്സ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഗിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഫിക്സ്റ്റർ എന്ന് പറയുന്ന ടൂളിനെ ഗൈഡ് ചെയ്യുന്നില്ല. ഈ പോയിന്റ് എപ്പോഴും ഓർമ്മ വേണം, ടൂളിനെ ഗൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഫിക്സ്റ്റർ എന്താണെന്ന് നോക്കാം. ഒരു പ്രൊഡക്ഷൻ ടൂളാണ് യൂസ് ടു ലൊക്കേറ്റ് ആക്യുറേറ്റ്ലി ആൻഡ് ഹോൾഡ് സെക്യൂർലി വൺ ഓർ മോർ വർക്ക് പീസസ് സോ ദാറ്റ് റിക്വയർഡ് മെഷീനിങ് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ്. അതായത് ലൊക്കേറ്റ് ചെയ്യാനായിട്ടും ഹോൾഡ് ചെയ്യാനായിട്ടും വൺ ഓർ മോർ വർക്ക് പീസസിനെ, അതിനായിട്ടാണ് നമ്മൾ ഫിക്സർ യൂസ് ചെയ്യുന്നത്. എ ഫിക്സർ ഷുഡ് ബി സെക്യൂർലി ഫാസ്റ്റൻ ടു ദ ടേബിൾ ഓഫ് ദ മെഷീൻ അപ്പോൺ വിച്ച് ദ വർക്ക് ഈസ് ഡൺ. അപ്പോൾ ഏത് വർക്കാണോ നമ്മൾ ചെയ്യുന്നത് ആ മെഷീൻ ടേബിളിൽ ഈ ഫിക്സർ നമ്മൾ ഫാസ്റ്റൻ ചെയ്തിരിക്കും. ജിഗ് ഒരിക്കലും ടേബിളിൽ ഫാസ്റ്റൻ ചെയ്യില്ല. ഓക്കെ, ഇത്
ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, ജിഗ് ഒരിക്കലും ടേബിളിൽ ഫാസ്റ്റൻ ചെയ്യില്ല. ദ മെയിൻ പർപ്പസ് ഓഫ് എ ഫിക്സ്ചർ ഈസ് ടു ലൊക്കേറ്റ് ദ വർക്ക് ക്വിക്ലി ആൻഡ് ആക്യുറേറ്റ്ലി, സപ്പോർട്ട് ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഹോൾഡ് ഇറ്റ് സെക്യൂർലി. അതായത് ആ വർക്ക് പീസിനെ സെക്യൂർ ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ഫിക്സ്ചറിൻ്റെ, ഫിക്സ് ചെയ്ത് നിർത്തുക എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഫിക്സ് ചെയ്ത് നിർത്തുക, അതാണ് ഫിക്സ്ചറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിക്സ്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഏത് ഓപ്പറേഷനാണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കാം ഫിക്സ്ചേഴ്സിന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മില്ലിംഗ് മെഷീന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മില്ലിംഗ് ഫിക്സ്ചർ ആയിരിക്കും, ടേണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടേണിംഗ് ഫിക്സ്ചർ ആയിരിക്കും, ഗ്രൈൻഡിങ്ങിന് ഗ്രൈൻഡിങ് ഫിക്സ്ചർ. ആ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സം ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫിക്സ്ചേഴ്സ് ആർ ടേണിംഗ് ഫിക്സ്ചർ, മില്ലിംഗ് ഫിക്സ്ചർ, വെൽഡിംഗ് ഫിക്സ്ചർ, ബോറിംഗ്, അസംബ്ലി ഫിക്സ്ചർ, ഇൻസ്പെക്ഷൻ ഫിക്സ്ചേഴ്സ്. ഓക്കെ, പിന്നെ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഈ ജിഗിലും ഫിക്സ്ചേഴ്സിലുള്ളതെന്ന് നോക്കാം. ഒന്ന്, ലൊക്കേറ്റേഴ്സ് കാണും, അങ്ങനെ ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ക്ലാമ്പിങ്, പിന്നെ ടൂൾ ഗൈഡ് ബുഷസ് യൂസ് ചെയ്യുന്നു, ബോഡി ബേസർ, ഫ്രെയിം യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ടൈപ്സ് ഓഫ് ഫിക്സ്ചേഴ്സ് നമുക്ക് ടൈപ്സ് ഓഫ് ഫിക്സ്ചേഴ്സ് ആർ ഡിറ്റർമിൻഡ് മെയിൻലി ബൈ ഹൗ ദ ടൂൾ ഈസ് യൂസ്ഡ്. എങ്ങനെയാണ് ആ ടൂൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഫിക്സ്ചേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് ടൂൾ ഫോഴ്സസ് ഫിക്സ്ചേഴ്സ് ആർ ബിൽഡ് സ്ട്രോങ്ങർ ആൻഡ് ഹെവിയർ ദാൻ ജിഗ്സ്. അപ്പോൾ ഈ ജിഗ്സിനെ കാട്ടി ഹെവിയർ ആയിരിക്കും നമ്മുടെ ഫിക്സ്ചർ എന്ന് ഓർക്കുക. ഓക്കെ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫിക്സ്ചേഴ്സ് ആർ, നമ്മൾ പ്ലേറ്റ് ജിഗ് പറഞ്ഞ പോലെ പ്ലേറ്റ് ഫിക്സ്ചർ ഉണ്ട്. ദീസ് ആർ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഫിക്സ്ചേഴ്സ്. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഫ്ലാറ്റ് പ്ലേറ്റ് വിച്ച് ഹാസ് ലൊക്കേറ്റർ ആൻഡ് ക്ലാംസ് ടു ലൊക്കേറ്റ് ആൻഡ് ഹോൾഡ് ദ പാർട്ട്. ഇപ്പോൾ ഇതിലെന്ന് പറയാൻ നേരത്ത് ക്ലാംസ് കാണും, ലൊക്കേറ്റർ കാണും. ആ പാർട്ടിനെ ലൊക്കേറ്റ് ചെയ്യാനും ഹോൾഡ് ചെയ്ത് നിർത്താനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണെന്ന് ഓർക്കണം പ്ലേറ്റ് ഫിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആംഗിൾ പ്ലേറ്റ് ഫിക്സ്ചർ. ആംഗിൾ പ്ലേറ്റ് ജിഗ് പറഞ്ഞ പോലെ തന്നെയാണ് ആംഗിൾ പ്ലേറ്റ് ഫിക്സ്ചർ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിളിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെഷീനിങ് ദ പാർട്ട് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ലൊക്കേറ്റർ. പിന്നെ മോഡിഫൈഡ് ആംഗിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ആംഗിൾസ് അതർ ദാൻ 90 ഡിഗ്രി ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ വൈസ് ജോ ഫിക്സ്ചർ, വൈസ് ക്ലാമ്പൊക്കെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഇതിലെന്ന് പറയുന്ന വൈസ് ജോ ഫിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ പാർട്സിനെ മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ്, സ്മോൾ പാർട്സിനെ മെഷീനിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിക്സ്ചർ വൈസ് ജോ ഫിക്സ്ചർ ആണെന്ന് ഓർത്തിരിക്കുക. ദ സ്റ്റാൻഡേർഡ് വൈസ് ജോസ് ആർ റീപ്ലേസ്ഡ് വിത്ത് ജോസ് ദാറ്റ് ആർ മെയ്ഡ് ടു സ്യൂട്ട് ദ വർക്ക്. അപ്പോൾ സ്റ്റാൻഡേർഡ് ജോസ് നമുക്ക് റീപ്ലേസ് ചെയ്തതിന് ശേഷം ആ വർക്കിന് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ജോസ് അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഡെക്സിങ് ഫിക്സ്ചർ ആണ്. ദീസ് ഫിക്സ്ചേഴ്സ് ആർ യൂസ്ഡ് ഫോർ പാർട്സ് ദാറ്റ് റിക്വയർ മെഷീനിങ് ഓൺ ഈവൻലി സ്പേസ്ഡ് സർഫസസ്. ഇപ്പോൾ ഈവൻലി സ്പേസ്ഡ് സർഫസസിൽ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ ഇൻഡെക്സിങ് ഫിക്സ്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക.